കേന്ദ്ര സർക്കാരിന് ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ച് രാഹുൽ ഗാന്ധി. സത്യം പറയാൻ തയ്യാറാകൂ എന്നും രാഹുൽ ഗാന്ധി എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കഴിഞ്ഞ വർഷം മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒത്തുകളികൾ നടന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. ഇതിൽ കമ്മീഷൻ ഈ ഒത്തുകളിയുടെ ആരോപണം കമ്മീഷൻ തള്ളിയതോടുകൂടിയാണ് രൂക്ഷ പ്രതികരണവുമായി നമ്മുടെ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത്. നിങ്ങൾ ഭരണഘടനാ സ്ഥാപനമാണ്. ഗൗരവമായ ചോദ്യങ്ങളിൽ ഇടനിലക്കാരെ വെച്ച് മറുപടി പറയുകയല്ല വേണ്ടത്. ഇങ്ങനെയുള്ള രൂക്ഷമായ കുറെ ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. ആ രാജീവ് ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി പറയാനും കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ കഴമ്പുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇവർക്ക് ഇത് രേഖാമൂലം തെളിയിക്കാനും സാധിക്കും, പക്ഷേ തെളിയിക്കില്ല. അതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയാമല്ലോ. ആരുടെ പിൻബലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം നടക്കുന്നത്, അതിലെന്ത് അഴിമതിയാണ് നടക്കുന്നത്, എന്ത് ക്രമക്കേടാണ് നടക്കുന്നതെന്നെല്ലാം പൊതുജനങ്ങൾക്കും അറിയാം. പക്ഷെ അതിനെ നമുക്കൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആരും അതിനെ എതിർക്കുന്നില്ല എന്ന് മാത്രം. ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള നമ്മുടെ രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവരുടെ ചോദ്യങ്ങൾക്കാണ് ഇവർ മറുപടി നൽകേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒളിക്കാൻ ഒന്നുമില്ലെങ്കിൽ പിന്നെ ലേഖനത്തിൽ ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് തെളിയിക്കുകയുമല്ലേ വേണ്ടത്. അങ്ങനെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര അടക്കമുള്ള നിയമസഭകളിലേക്കും നടന്ന തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് സ്ലിപ്പ് അടക്കം പുറത്തുവിടാൻ കഴിയുമോ? എന്താണ് ഇവർക്കിത് പുറത്തുവിട്ടാലുള്ള കുഴപ്പം? അതിനുള്ളിലെ കളികൾ ജനങ്ങൾ മനസ്സിലാക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മടിക്കുന്നത്. രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ആ തെളിവുകൾ പുറത്തുവിടാനും ഇവർക്ക് സാധിക്കണം, സുതാര്യമാണെങ്കിൽ. അതായത് പോളിംഗ് നടന്ന ദിവസം, മഹാരാഷ്ട്രയിൽ പോളിംഗ് നടന്ന ദിവസം വൈകുന്നേരം 5 മണിക്ക് ശേഷമുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകുമോ? ഇവർക്ക് ഒരിക്കലും തയ്യാറാവില്ല. കാരണം അതിൽ തിരിമറികൾ നടന്ന CCTV ദൃശ്യങ്ങൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ തിരിമറി നടന്നത് കാരണം ഇവർക്കത് പുറത്തുവിടാൻ കഴിയില്ല. അതിനുള്ളിൽ നടന്ന തിരിമറികൾ ജനങ്ങൾ അറിയും എന്നുള്ളത് കൊണ്ട് അതിന് ഒരു മറുപടി വ്യക്തമായി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കുകയുമില്ല. ഒഴിഞ്ഞു മാറുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ബാധിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും സത്യം പറയാൻ തയ്യാറാകേണ്ടി വരും എന്നും രാഹുൽ ഗാന്ധി തന്റെ എക്സ് ഹാൻഡിൽ പങ്കുവച്ച വിവരങ്ങളിൽ പറയുന്നു. മുൻപ് ദി ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഒത്തുകളി നടന്നിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി വിശദമായി എഴുതിയിരുന്നു. അതെല്ലാവരും വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ആ ലേഖനം ആരും വായിച്ചിട്ടില്ലെങ്കിൽ താല്പര്യമുള്ളവർ അതൊന്ന് വായിച്ചു നോക്കുക. കാരണം ഈ ലേഖനം ഒരു വിവാദമായ ലേഖനമായിരുന്നു, ചർച്ചയ്ക്കിടയായ ഒരു ലേഖനമായിരുന്നു. തീർച്ചയായും അത് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയായിരുന്നു. അതിലുള്ള മുഖ്യ വിഷയം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനത്തിനുള്ള പാനൽ അട്ടിമറിച്ചു എന്നടക്കമുള്ള ഗുരുതര ആരോപണമായിരുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നത്. വ്യാജ വോട്ടർമാരെ ഉപയോഗിച്ച് വോട്ടർ പട്ടിക പെരുപ്പിച്ചുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. ഈ ലേഖനത്തിൽ പറഞ്ഞിരുന്നതാണ് ഇതെല്ലാം. ലേഖനം വലിയ രീതിയിൽ ചർച്ചയായതോടെ പ്രതികരിക്കാനെത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരണത്തോടെ എത്തിയിരുന്നു.
രാഹുലിന്റെ അവകാശവാദം അസംബന്ധമാണെന്ന് പറയുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സത്യം ചോദിക്കുന്നതെല്ലാം അസംബന്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യം തീർന്നല്ലോ. സപ്പോർട്ടായി നമ്മുടെ കേന്ദ്ര സർക്കാരുമുണ്ട്. എന്തായാലും പ്രതിപക്ഷ നേതാവല്ലേ നമ്മുടെ രാജീവ് ഗാന്ധി. പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നതിന് അത്ര വലിയ കാര്യങ്ങളൊന്നും എടുക്കേണ്ടതില്ല, കാര്യമായി എടുക്കേണ്ടതില്ല, പപ്പു അല്ലേ എന്നൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും ഒരു പ്രചാരണം നടത്തുന്നുണ്ട് പപ്പുവിന്റെ വേഷത്തിൽ. എന്തായാലും പപ്പു ചോദിച്ചിരുന്നതിലും കഴമ്പുണ്ട് എന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കഴമ്പില്ലായിരുന്നെങ്കിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി മറുപടി കൊടുക്കേണ്ടിയിരിക്കുന്നു. അതായത് വോട്ടർമാരിൽ നിന്ന് പ്രതികൂലമായ ഒരു വിധിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ പക്ഷപാതമാണെന്ന് പറഞ്ഞ് അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും കമ്മീഷൻ അതിൽ മറുപടിയായി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് എക്സിലൂടെ രാഹുലിന്റെ ആ ഒരു പ്രതികരണമുണ്ടായത്. തന്റെ ലേഖനത്തിന്റെ മറുപടി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ വളച്ചൊടിച്ചതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി എക്സ് ഹാൻഡിലിൽ ഇങ്ങനെയുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. 2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് സംഭവിച്ചത് ഇനി ബീഹാറിലും അതുപോലെ BJP പരാജയപ്പെടാൻ സാധ്യതയുള്ള മറ്റിടങ്ങളിലും ഇനിയും ആവർത്തിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് നമ്മുടെ രാജീവ് ഗാന്ധി പറഞ്ഞിരുന്നു. ഇത്തരം മാച്ച് ഫിക്സ്ഡ് തിരഞ്ഞെടുപ്പുകളിൽ ഏതൊരു ജനാധിപത്യത്തിനും അപകടമാണെന്നും ദേശീയ ദിനപത്രത്തിൽ അന്ന് കൊടുത്ത ലേഖനത്തിൽ രാഹുൽ ഗാന്ധി പറയുകയല്ല, അതിൽ കുറിച്ചിരുന്നു. എന്നാൽ ആ ലേഖനത്തിന് മറുപടിയായി BJP കൊടുത്തത് എന്താണെന്ന് അറിയാമോ? രാഹുൽ ഗാന്ധിയുടെ ആരോപണം ബാലിശമാണെന്നും പരീക്ഷയ്ക്ക് തോറ്റ കുട്ടിയുടേതിന് തുല്യമാണെന്നുമാണ് BJP ആരോപിച്ചത്. ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് പരീക്ഷയ്ക്ക് തോറ്റ ഒരു കുട്ടിയുടെ സ്ഥാനത്ത് ഉപമിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം, അതായത് 2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ നിലനിൽക്കെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനോടും വീണ്ടും ചോദ്യമായി രാഹുൽ ഗാന്ധി എത്തിയിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്നും പേരോ ഒപ്പോ ഇല്ലാത്ത കുറിപ്പുകൾ ഇറക്കി, അല്ലെങ്കിൽ പേരോ ഒപ്പോ ഇല്ലാതെ കുറിപ്പുകൾ പുറത്തുവിടുന്നത് ഗൗരവമേറിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനുള്ള ഒരു മാർഗമല്ലെന്നുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ജാതി സെൻസസുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലും രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരുന്നു. ജാതി സെൻസസിൽ മോദിയുടെ നിലപാടിനെ വിമർശിച്ചിരുന്നു രാഹുൽ ഗാന്ധി. രാജ്യത്തെ ജാതി ഉണ്ടെന്ന് നിഷേധിക്കുന്ന പ്രധാനമന്ത്രി മോദിജി എങ്ങനെ OBC ആണെന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. എങ്ങനെയാണ് OBC ആയത്? രാജ്യത്ത് എന്തായാലും ജാതി ഇല്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഉറപ്പിച്ചു പറയുന്നു. അപ്പൊ ജാതി ഇല്ലാതെ വന്നാൽ താൻ OBC ആവുന്നത് എങ്ങനെയാണ്? ആ ഒരു ചോദ്യമാണ് ഉന്നയിച്ചത്. അത് നളന്ദ രാജ്നഗറിൽ നടന്ന സംവിധാൻ സഭയിൽ പങ്കെടുക്കവെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം പ്രധാനമന്ത്രി മോദിക്കെതിരെ. പ്രധാനമന്ത്രി മോദിജി OBC ആണെന്ന് എല്ലായിടത്തും പ്രസംഗിക്കുമായിരുന്നു. അതോടൊപ്പം ജാതി സെൻസസിന്റെ കാര്യം വരുമ്പോൾ രാജ്യത്ത് ജാതി ഇല്ല എന്നും പറയുമായിരുന്നു. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം OBC ആകുന്നത്? ജാതി സെൻസസ് നടപ്പാക്കുന്നത് എങ്ങനെയാണ് ജാതി ഇല്ലെങ്കിൽ? പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയവും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. മോദിക്ക് കീഴടങ്ങിയ ചരിത്രമുണ്ട്. ട്രംപ് പോലും 11 തവണ പരസ്യമായി നരേന്ദ്രമോദിയെ കീഴടക്കി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 11 തവണ നരേന്ദ്രമോദിയെ കീഴടക്കിയെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ അദ്ദേഹം ഇതിനെതിരെ ഒരിക്കൽ പോലും പ്രതികരിച്ചിട്ടുമില്ല. കാരണം അതിൽ സത്യമുണ്ട്.
അവർ ഒരിക്കലും ആത്മാർത്ഥമായി കാസ്റ്റ് സെൻസസ് നടപ്പാക്കില്ല. കാരണം അതോടെ അവരുടെ രാഷ്ട്രീയം അവസാനിക്കും എന്നാണ് രാഹുൽ ഗാന്ധി തീർത്തും പറയുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് ജാതി സെൻസസിൽ 2 മാതൃകകളാണ് രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചത്. ഒന്ന് BJP മാതൃകയും മറ്റൊന്ന് തെലങ്കാന മാതൃകയും. BJP സെൻസസ് മാതൃകയിൽ ഒരു അടച്ചിട്ട മുറിയിൽ ഇരുന്നായിരിക്കും ഉദ്യോഗസ്ഥർ ചോദ്യങ്ങൾ തീരുമാനിക്കുക. അതേസമയം തെലങ്കാന മാതൃകയിൽ ചോദ്യങ്ങൾ പരസ്യമായി ചോദിക്കും. അതാണ് ഈ BJP സെൻസസും തെലങ്കാന മോഡൽ സെൻസസും തമ്മിലുള്ള വ്യത്യാസം. ന്യൂനപക്ഷങ്ങളോടും അവരുടെ സംഘടനകളോടും അഭിപ്രായം ആരാഞ്ഞുവെന്നും ഏകദേശം 3 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ചോദ്യം തയ്യാറാക്കിയതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതായത് തെലങ്കാന മോഡലിൽ. ഇനി അത് BJP മോഡലാണെങ്കിൽ ഒരു അടച്ചിട്ട മുറിയിലിരുന്ന് കുറച്ച് ഉദ്യോഗസ്ഥന്മാരായിരിക്കും ചോദ്യങ്ങൾ തയ്യാറാക്കുക. ഈ കേന്ദ്രത്തിന്റെ ജാതി സെൻസസ് 2027 2 ഘട്ടങ്ങളായി നടപ്പാക്കുമെന്നും അതിൽ ജാതിയും ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രം കഴിഞ്ഞ ബുധനാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ജാതി സെൻസസ് കൃത്യമായി എടുക്കുകയാണെങ്കിൽ BJPയുടെ ഈ ഭരണ സംവിധാനം, ഈ കള്ളത്തരങ്ങളെല്ലാം അവസാനിക്കും എന്നാണ് രാഹുൽ ഗാന്ധി അവസാനമായി പറയുന്നത്. എന്തായാലും ജാതി സെൻസസ് എടുപ്പ് നടക്കട്ടെ. നമുക്ക് അറിയാമല്ലോ നമ്മുടെ ഇന്ത്യയിൽ ഏതൊക്കെ ജാതികളാണുള്ളത്, ഓരോ ജാതിയിലും എത്ര ശതമാനം ആളുകൾ ഉണ്ട് എന്നൊക്കെ നമുക്കും അറിയാനൊരു ആഗ്രഹമുണ്ട്. കൃത്യമായും ഉള്ള രേഖകൾ നമ്മളുടെ ഇടയിലേക്ക്, അതായത് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് അറിയിപ്പിക്കണം എന്നാണ് രാഹുൽ ഗാന്ധിയുടെയും ആഗ്രഹം. അത് തന്നെയാണ് പൊതുജനങ്ങളുടെയും ആഗ്രഹം. അപ്പോൾ നല്ല രീതിയിൽ ഒരു ജാതി സെൻസസ് നടക്കട്ടെ. രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം നൽകട്ടെ, കൃത്യമായ ഉത്തരം. അപ്പോൾ നമസ്കാരം.